ജപ്പാനിലെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 1 വീക്കായിട്ട് വർക്കില്ല. റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ജപ്പാനിൽ ഇപ്പോൾ നല്ല ചൂടാണ്. പക്ഷേ പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ കൂടി കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. അപ്പോൾ ഞാൻ വിചാരിച്ചു കൺവീനിയൻസ് സ്റ്റോറിലേക്കൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന്. കാരണം ജപ്പാനിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മഴ പെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ആശ വന്നു. അപ്പോൾ നേരെ ഞാൻ പോയി 7-Elevenലേക്ക്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. കാരണം ഈ ഒരു ചെറിയ ഷോപ്പിൽ നമുക്ക് ഇവർ ഒരുപാട് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു ജപ്പാനിൽ നമുക്ക് കൺവീനിയൻസ് സ്റ്റോറുകൾ ഇത്ര ഫേമസ് ആയി നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐസ്ക്രീം ഒന്നും ഇവിടെ കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ വെറുതെ ഫ്രീസർ നോക്കിയപ്പോൾ മാംഗോ ബാർ കിടക്കുന്നത് കണ്ടു. അത് ഞാൻ മുമ്പൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചു മാംഗോ ബാർ തന്നെ എടുക്കാമെന്ന്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഐസ്ക്രീമൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാംഗോ ബാർ എടുത്തിട്ട് നേരെ ബില്ലാക്കാൻ പോയി. ഇവിടെ ബില്ലാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മിഷനുകളിൽ അവർ ക്യാഷ് കാണിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള ക്യാഷ് ഇട്ടിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെസീറ്റ് വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങി. വീഡിയോ കാണുന്ന പലരും ചോദിക്കാറുണ്ട് ജപ്പാനിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ. നിങ്ങൾക്ക് ജപ്പാനിൽ കാണാൻ ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാനിലെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.